കരിയർ അമിഗോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, അതായത് UIICLൻ്റെ ഒരു പുതുപുത്തൻ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. കേരളത്തിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്നവർക്ക് ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവിധമായിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിനും വേണ്ടിയിട്ട് ചാനലിൻ്റെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ലീഡിംഗ് പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇപ്പോൾ ഇവർ ഈ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് 300 അസിസ്റ്റൻറ്റ് തസ്തികകളിലേക്കാണ്. ആകെ 300 വേക്കൻസീസ് ആണ് ഉള്ളത്. വേക്കൻസീസ് ചേഞ്ച് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ കേരളത്തിൽ എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് നോക്കാം. കേരളത്തിൽ ആകെ 30 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് 14, SC 3, ST 1, OBC 9, EWS 3, അങ്ങനെ ആകെ 30 വേക്കൻസിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഓരോ സ്റ്റേറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേക്കൻസീസ്, അതോടൊപ്പം തന്നെ കാറ്റഗറി വൈസ് വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ഇത്. ആകെ മൊത്തം 300 വേക്കൻസീസ് ആണ് ഉള്ളത്. അൺറിസർവ്ഡിന് 159, SC 30, ST 26, OBC 55, EWS 30 എന്നിങ്ങനെയാണ് വേക്കൻസിയുടെ കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയുടെ പേ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. എല്ലാം കൂടെ കൂട്ടി നിങ്ങൾക്കൊരു 37,000 രൂപ മാസം നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഗ്രാജുവേഷൻ ഉള്ളവർക്ക്, അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലോട്ട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ റീജിയണൽ ലാംഗ്വേജിൽ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കണം. അതായത് കേരളത്തിൽ അപേക്ഷിക്കുന്നവർക്ക് മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും ഉള്ള നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ സപ്പോസ് കർണാടക സ്റ്റേറ്റിലോട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ കന്നഡ സംസാരിക്കാനും എഴുതാനും അതോടൊപ്പം തന്നെ വായിക്കുവാനുമുള്ള നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 30 പ്രകാരമാണ്. അന്ന് ആ ഡേറ്റിൽ നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സുമാണ്. അതായത് 1993 ഒക്ടോബർ 1 2002 സെപ്റ്റംബർ 30 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ സെക്കൻഡ് കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. SC ST 5 വയസ്സും OBCക്ക് 3 വയസ്സ്, അതോടൊപ്പം തന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി 10 വയസ്സ്, അതോടൊപ്പം തന്നെ ബാക്കി കാറ്റഗറിയും അതിൻ്റേതായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കുവാനായിട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് നോക്കാം. എല്ലാ ആപ്ലിക്കൻസ് അതർ ദാൻ SC ST PWBD പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് ദി കമ്പനി, അതായത് ഒരു നോർമൽ കാൻഡിഡേറ്റിന് 1000 രൂപയാണ്. അതോടൊപ്പം തന്നെ SC ST PWBD പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് കമ്പനി ആണെങ്കിൽ, അതായത് ഈ കമ്പനിയിൽ ഓൾറെഡി ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ 250 രൂപ കൊടുത്ത് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുത്താൽ മതിയാവും. അല്ലാതെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 16 അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതായത് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 6 ഇനി നിങ്ങൾക്കിവിടെ ഈ ഒരു എക്സാമിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 120 മിനിറ്റ്സിലുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണുള്ളത്. ആ ടെസ്റ്റിൽ ആകെ 5 സബ്ജക്റ്റുകളാണുള്ളത്.
റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ്, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജ് എന്നിങ്ങനെ 5 സെക്ഷനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓൺലൈൻ എക്സാമാണ്, ഒബ്ജക്റ്റീവ് ഓൺലൈൻ എക്സാമാണ്. ഓരോ സെക്ഷനിലും 40 ക്വസ്റ്റ്യൻസിൻ്റെ 50 മാർക്സ് വീതം, അതായത് ആകെ 200 ക്വസ്റ്റ്യൻസ് 250 മാർക്സ്, അങ്ങനെയാണ് ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ അവസാനം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ സൈസ് മുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എക്സാം സെൻറ്റേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഇനി കേരളത്തിലുള്ള എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് എക്സാം സെൻറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഗ്രാജുവേഷനുള്ള ആർക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 300 അസിസ്റ്റൻറ്റ് തസ്തികയാണ്. കേരളത്തിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു വളരെ നല്ലൊരു അവസരമാണ് ഇത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.